ഗൂഗിളിൻ്റെ 2025 Q2 ഫൈനാൻഷ്യൽ റിപ്പോർട്ടാണിത്. ഈ വീഡിയോയിൽ നമുക്ക് ഈ 57 പേജുള്ള വലിയ PDF-നെ AI-യും പൈത്തണും യൂസ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് സമ്മറൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ഒരിക്കൽ പോലും AI കോഡിങ് ചെയ്തിട്ടില്ലെങ്കിലും ഈ കൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കോഡിൻ്റെ വർക്ക് ഫ്ലോ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു PDF-ൽ നിന്നാണ്. നമ്മൾ ഈ PDF-നെ നമ്മുടെ പൈത്തൺ കോഡിൽ കൊടുക്കുന്നു. പൈത്തൺ കോഡ് ഇതിനെ റീഡ് ചെയ്ത് AI-ക്ക് കൊടുത്ത് ഇതിനെ സമ്മറൈസ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഹൈ ലെവൽ വർക്ക് ഫ്ലോ. ആദ്യത്തെ സ്റ്റെപ്പ് PDF-ൽ നിന്ന് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ PyPDF2 അല്ലെങ്കിൽ PDF പ്ലംബർ ലൈബ്രറി യൂസ് ചെയ്തിട്ട് PDF-ൽ നിന്ന് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. കാരണം PDF അതേപോലെ തന്നെ AI-യിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ AI-ക്ക് അത് റീഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു പൈത്തൺ ലൈബ്രറി യൂസ് ചെയ്ത് ആ PDF-ലെ കംപ്ലീറ്റ് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഇനി ഈ എക്സ്ട്രാക്ട് ചെയ്ത ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിനെ സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിനുവേണ്ടി നമ്മൾ ഈ ടെക്സ്റ്റിനെ നമ്മൾ AI മോഡലിന് സെൻഡ് ചെയ്യുക. ഞാനിവിടെ OpenAI-യുടെ GPT-4o Mini എന്ന AI മോഡലാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഗൂഗിൾ ജെമിനായി അല്ലെങ്കിൽ ആന്ത്രോപിക്കിൻ്റെ ക്ലോഡ് ഇങ്ങനെ ഏത് AI മോഡൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് മോഡൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല, അതിൻ്റെ ബേസിക് വർക്ക് ഫ്ലോ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ഇത് AI മോഡലിലേക്ക് അയക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് വലിയൊരു PDF അല്ലേ, അപ്പോൾ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഒരുപാട് ടെക്സ്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് മോഡലിനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് വിൻഡോനേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ അത് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ചങ്ക്സ് ആയിട്ടാണ് അയക്കേണ്ടത്. അപ്പോൾ ഇത് ഓരോ പീസസും നമ്മൾ മോഡലിലേക്ക് അയക്കുന്നു, അതിനെ സമ്മറൈസ് ചെയ്യുന്നു, അടുത്തത് അയക്കുന്നു, സമ്മറൈസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഇതിനെല്ലാം കൂടെ ഒരു സമ്മറി റിപ്പോർട്ട് ആക്കുക. മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടേ ഞാനൊരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായി നമുക്ക് പൈത്തൺ കോഡ് റിവ്യൂ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ലൈബ്രറിയാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന. ഒന്ന് PyPDF2ഉം പിന്നെ OpenAI-യുടെ ലൈബ്രറി. ഈ കോഡിനകത്ത് മെയിനായിട്ട് 2 ഫംഗ്ഷനാണ് ഉള്ളത്. ഒന്ന് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ളതും 2 ടെക്സ്റ്റ് സമ്മറൈസ് ചെയ്യാനുള്ളതും. ഞാൻ കോഡിൻ്റെ ഹൈ ലെവലായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഈ കോഡ് നിങ്ങൾക്ക് ഏതെങ്കിലും AI-യോട് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT-യോ Copilot-ഓ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ AI കോഡ് എഴുതി തരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ PyPDF-ഉം OpenAI ലൈബ്രറിയും ഇമ്പോർട്ട് ചെയ്തു. എക്സ്ട്രാക്ട് ടെക്സ്റ്റ് അതുപോലെ സമ്മറൈസ് ടെക്സ്റ്റ് എന്ന് പറയുന്ന 2 ഫംഗ്ഷൻസിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്നിട്ട് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ വിളിക്കാം. അപ്പോൾ ഈ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? PyPDF യൂസ് ചെയ്തിട്ട് ഓരോ പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതെല്ലാം കൂടെ ഒരൊറ്റ വേരിയബിളിലേക്ക് കമ്പൈൻ ചെയ്ത് വയ്ക്കും. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനാണ് ശരിക്കും OpenAI-യുടെ API-നെ വിളിച്ചിട്ട് സമ്മറൈസ് ചെയ്യുന്നത്. ഇനി ഈ OpenAI-യുടെ API-നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു API കീ വേണം. ഈ കീ വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? OpenAI പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്തിട്ട് ഒരു പുതിയ കീ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രീ ക്രെഡിറ്റ് കിട്ടും കേട്ടോ. ആ കീയെ .env ഫയലിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻവയോൺമെന്റ് വേരിയബിളിൽ നിന്നും കീ ലോഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് OpenAI-യുടെ ലൈബ്രറിയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോഡ്. അതായത് ഇവിടെയാണ് ടെക്സ്റ്റിനെ ചെറിയ ചെറിയ ചങ്ക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ 30,000 ക്യാരക്ടേഴ്സ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. പല സൈസിലുള്ള പേജസ് ആയിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇവിടെയാണ് മോഡലിന് വിളിക്കാനുള്ള API കോഡ്. GPT-4o Mini ആണ് കോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ മോഡലിന് നമ്മൾ 2 കാര്യങ്ങളാണ് സെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഒരു സിസ്റ്റം മെസ്സേജ്. അപ്പോൾ ഈ സിസ്റ്റം മെസ്സേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മോഡലിനോട് പറയാണ്, ഓക്കെ ഈ മോഡൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നാണ് പറയേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ ഒരു റിപ്പോർട്ട് സമ്മറൈസ് ചെയ്യുന്ന ആളായിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഹൈ ലെവൽ ഐഡിയ കിട്ടാൻ വേണ്ടി, ഒരു കോണ്ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അത് കൊടുക്കുന്നത്. അടുത്ത പാരാമീറ്റർ ആയിട്ടാണ് നമ്മൾ സമ്മറൈസ് ചെയ്യേണ്ട ടെക്സ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു, ഓക്കെ പ്ലീസ് സമ്മറൈസ് ദിസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയച്ചു കൊടുക്കേണ്ട ടെക്സ്റ്റിനെ നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ എന്ത് ഇൻസ്ട്രക്ഷൻ വേണമെങ്കിലും കൊടുക്കാം. അതായത് വേണമെങ്കിൽ പറയാം, ഓക്കെ ഇതൊരു 500 ക്യാരക്ടേഴ്സുള്ള ഒരു റിപ്പോർട്ടാണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇതൊരു JSON ഫോർമാറ്റിലാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്, സമ്മറൈസ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇത് ഒരു ബിസിനസ് സ്റ്റൈലിലാണ് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത്, അതല്ലെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ടിൻ്റെ സ്റ്റൈലിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്യാം. ഇനി അടുത്തതായിട്ട് സെറ്റ് ചെയ്യുന്നത് ടെമ്പറേച്ചർ. അവിടെ ടെമ്പറേച്ചർ 0 അല്ലേ കൊടുത്തത്. അതായത് ഈ മോഡലിൻ്റെ റെസ്പോൺസ് എത്രത്തോളം ക്രിയേറ്റീവ് ആയിരിക്കണം എന്നാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. 0 കൊടുത്താൽ അതിൻ്റെ അർത്ഥം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് വരിക. കൂടുതൽ വലിയ ഹൈ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി റെസ്പോൺസ് തരാൻ. അപ്പോൾ ഓരോ പ്രാവശ്യം തരുമ്പോൾ ഓരോ രീതിയിലാണ് കിട്ടുക. അങ്ങനെ ഓരോ ചങ്ക്സിനെ നമ്മൾ സമ്മറൈസ് ചെയ്യുന്നു, അതിനെ ഒറ്റ റിപ്പോർട്ടാക്കി കമ്പൈൻ ചെയ്യുന്നു. അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന 3 പേജുള്ള റിപ്പോർട്ട്. സമ്മറൈസ് ചെയ്യാൻ പല ടെക്നിക്കുകളും യൂസ് ചെയ്യാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യാം.